സ്തോത്രം. നമ്മൾ ഇന്ന് നോക്കുന്നത് യാക്കോബിൻ്റെ ലേഖനം 2-ാം അധ്യായത്തിൻ്റെ 10 മുതൽ 13 വരെയുള്ള വാക്യങ്ങളാണ്. ദ എപ്പിസ്റ്റൽ ഓഫ് ജെയിംസ് ചാപ്റ്റർ 2 വേഴ്സസ് 10 to 13. ഈ ഭാഗം നമ്മൾ കഴിഞ്ഞ ആഴ്ച പഠിച്ച അല്ലെങ്കിൽ 2-ാമത്തെ അധ്യായത്തിൽ യാക്കോബ് പറഞ്ഞു വരുന്ന ഒരു വിഷയത്തിൻ്റെ കൺക്ലൂഷനായിട്ട് പറയുന്ന വാക്കുകളാണിത്. കഴിഞ്ഞ ആഴ്ച വളരെ വിശദമായി നമ്മൾ പഠിച്ച വിഷയം മുഖപക്ഷം കാണിക്കരുത്, ഡു നോട്ട് ഷോ ഫേവറിറ്റിസം. വളരെ ഗൗരവത്തോടെ വേദപുസ്തകത്തിൽ അത് കാണുന്നു എന്നുള്ളതിനെ തെളിയിക്കാനായി പഴയ നിയമത്തിൽ നിന്നും പുതിയ നിയമത്തിൽ നിന്നും അനേക വാക്യങ്ങൾ നമ്മൾ വായിച്ച് കേട്ടു. നമുക്ക് ആ ഭാഗം ഒന്ന് വായിക്കാം. യാക്കോബ് 2-ന്റെ 10 മുതൽ 13 വരെയുള്ള വാക്യങ്ങൾ. ഒരുത്തൻ ന്യായപ്രമാണം മുഴുവൻ അനുസരിച്ച് നടന്നിട്ടും ഒന്നിൽ തെറ്റിയാൽ അവൻ സകലത്തിനും കുറ്റക്കാരനായി തീർന്നു. വ്യഭിചാരം ചെയ്യരുത് എന്ന് കൽപ്പിച്ചവൻ കൊല ചെയ്യരുത് എന്നും കൽപ്പിച്ചിരിക്കുന്നു. നീ വ്യഭിചാരം ചെയ്യുന്നില്ലെങ്കിലും കൊല ചെയ്യുന്നുവെങ്കിൽ ന്യായപ്രമാണം ലംഘിക്കുന്നവനായി തീർന്നു. സ്വാതന്ത്ര്യത്തിൻ്റെ ന്യായപ്രമാണത്താൽ വിധിക്കപ്പെടുവാനുള്ളവരെ പോലെ സംസാരിക്കുകയും പ്രവർത്തിക്കുകയും ചെയ്യുവിൻ. കരുണ കാണിക്കാത്തവന് കരുണയില്ലാത്ത ന്യായവിധി ഉണ്ടാകും. കരുണ ന്യായവിധിയെ ജയിച്ച് പ്രശംസിക്കുന്നു. പുതിയ നിയമം എഴുതുന്ന സമയത്ത്, ഈ ലേഖനങ്ങളൊക്കെ എഴുതുന്ന സമയത്ത് നമ്മുടെ കയ്യിൽ ഇന്നുള്ളതുപോലെ ഒരു ന്യൂ ടെസ്റ്റ്മെന്റ്, ഒരു പുതിയ നിയമം അവരുടെ കയ്യിലില്ല. അന്ന് പൗലോസ് എഴുതിയ ലേഖനങ്ങളൊക്കെ ഇങ്ങനെ പലർക്കും വായിക്കാനായി ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുന്നു. യാക്കോബ് എഴുതിയ ലേഖനങ്ങൾ ഇങ്ങനെ ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുന്നു. അങ്ങനെ വ്യത്യസ്തമായ ലേഖനങ്ങൾ പലരുടെയും കയ്യിൽ ഇങ്ങനെ വായിച്ചു പോകുന്നു. എന്നാൽ ബൈബിള് ഒരു പൂർണ്ണ രൂപത്തിലില്ല. അന്നത്തെ സമയങ്ങളിൽ അവര് പുതിയ നിയമത്തിന്റെ പഠിപ്പിക്കലുകൾ പോലും തെളിയിക്കാനായി ഉപയോഗിക്കുന്നത് പഴയ നിയമമാണ്. പ്രത്യേകിച്ചും യഹൂദന്മാരോട് സംസാരിക്കുമ്പോൾ അവരുടെ വിശ്വാസ പ്രമാണമായ പഴയ നിയമം എടുത്താണ് അവർ പുതിയ നിയമത്തിന്റെ ഉപദേശങ്ങൾ പോലും പറയുന്നത്. പൗലോസൊക്കെ ധാരാളമായി പഴയ നിയമത്തിന്റെ കൊട്ടേഷൻസ്, പഴയ നിയമത്തിൽ നിന്നുള്ള വാക്യങ്ങൾ എടുത്ത് ഉദ്ധരിക്കുന്നുണ്ട്. ഇവിടെ യാക്കോബ് പറയുകയാണ്, മുഖപക്ഷത്തെക്കുറിച്ചൊക്കെ പറഞ്ഞു വന്നിട്ട് പറയുകയാണ്, ഒരുവൻ ന്യായപ്രമാണം മുഴുവൻ അനുസരിച്ചിട്ട് ഒന്നിൽ തെറ്റ് ചെയ്താൽ അവൻ സകലത്തിനും കുറ്റക്കാരനായി തീരുന്നു. പഴയ നിയമത്തിന്റെ കാഴ്ചപ്പാട് അങ്ങനെയാണ്. വ്യഭിചാരം ചെയ്യരുത് എന്ന് കൽപ്പിച്ചവൻ കൊല ചെയ്യരുതെന്ന് കൽപ്പിച്ചിരിക്കുന്നു. അപ്പൊ എന്ത് ചെയ്തില്ലെങ്കിലും ഒരു തെറ്റ് ചെയ്താൽ അവന്റെ സകല നീതിയും നഷ്ടപ്പെട്ടു പോയി. ഒരു ചങ്ങലയിലെ ഒരു കണ്ണി പൊട്ടിപ്പോയാൽ പിന്നെ ആ ചങ്ങലയ്ക്ക് ബലമില്ലാത്തതുപോലെയാണ് ന്യായപ്രമാണത്തിന്റെ കാര്യമെന്ന് യാക്കോബ് പറയുക. അത് പറയുന്നത് എന്താശയത്തിലാണ്? അതായത് ഒരു പക്ഷേ മറ്റ് പല പഠിപ്പിക്കലുകൾക്ക് നിങ്ങൾ വലിയ ഊന്നൽ കൊടുക്കും, എന്നാൽ മുഖപക്ഷം കാണിക്കരുത് എന്നുള്ള, ഫേവറിറ്റിസം കാണിക്കരുത് എന്നുള്ള ആ ഉപദേശത്തെ വലിയ ഗൗരവമായിട്ട് എടുക്കുന്നില്ല. അങ്ങനെ ചെയ്താൽ അത് ഇതുപോലെയാണ് എന്നാണ് യാക്കോബ് പറയുന്നത്. അതായത് ഒരു വിശ്വാസിയെ സംബന്ധിച്ച് ഒഴിവാക്കി നിർത്താൻ പറ്റിയ ഒരു ഉപദേശവുമില്ല. ഒരു വിശ്വാസി എല്ലാറ്റിലും തികഞ്ഞവനായിരിക്കണം. എന്തെല്ലാം ദൈവത്തിന്റെ വചനം പറയുന്നു അതിലൊക്കെ തികവുള്ളവനായിരിക്കാനാണ് ദൈവം ആഗ്രഹിക്കുന്നത്. നമ്മളൊക്കെ പലപ്പോഴും ചില കാര്യങ്ങൾ മാറ്റിവെക്കും. സാരമില്ല, ഇപ്പൊ ഞാൻ മുഖപക്ഷം കാണിച്ചാലും ഞാൻ എല്ലാ ഞായറാഴ്ചയും കൃത്യമായിട്ട് സഭായത്തിൽ പോകുന്നുണ്ടോ, അല്ലെങ്കിൽ ഞാൻ സുവിശേഷം പറയുന്നുണ്ടല്ലോ, അപ്പൊ ഒരു കാര്യം ഞാൻ ഒഴിവാക്കിയാലും ചെയ്യുന്ന മറ്റൊരു കാര്യത്തിന്റെ താങ്ങിൽ നിന്നുകൊണ്ട് അത് സാരമില്ലെന്ന് ചിന്തിക്കരുത് എന്നാണ് അവിടെ യാക്കോബ് ഓർമ്മിപ്പിക്കുന്നത്. ഓക്കെ, മതത്തിന്റെ സ്വഭാവം എന്ന് പറയുന്നത് ഏതെങ്കിലും ഒരു കാര്യത്തിന് കൂടുതൽ ഊന്നൽ കൊടുക്കും, ഏതെങ്കിലും കാര്യത്തെ കൂടുതൽ അവരെ ഉയർത്തി കാണിക്കും. എന്നാൽ ദൈവത്തിന്റെ വഴിക്ക് അങ്ങനെയില്ല. അതുകൊണ്ടാണ് വേദപുസ്തകം നമ്മൾ ഒരു ഭാഗം മാത്രം വായിക്കുകയോ ഒരു ഭാഗം മാത്രം പഠിപ്പിക്കുകയല്ല, അത് നമ്മൾ തുടക്കം തൊട്ട് അവസാനം വരെ വായിച്ചു പോകണം. ദൈവം ആഗ്രഹിക്കുന്ന എല്ലാ കാര്യവും ഒരു ദിവസം കൊണ്ടായിരിക്കത്തില്ല, എങ്കിലും എല്ലാ കാര്യവും എൻ്റെ ജീവിതത്തിൽ ഉണ്ടാകണമെന്ന് ഞാൻ ആഗ്രഹിക്കണം. അതാണ് യാക്കോബ് അവിടെ പറയുന്നത്. 12-ാമത്തെ വാക്യം നമ്മൾ വായിക്കുന്നു. നമ്മൾ ഇതിനു മുൻപ് 1-ാം അധ്യായം 25-ാമത്തെ വാക്യത്തിൽ കണ്ടതാണ് സ്വാതന്ത്ര്യത്തിന്റെ ന്യായപ്രമാണം. ഇവിടെ വായിച്ചത്
സ്വാതന്ത്ര്യത്തിന്റെ ന്യായപ്രമാണത്താൽ, ഞാൻ വായിക്കുന്ന 12ാമത്തെ വാക്യം, സ്വാതന്ത്ര്യത്തിന്റെ ന്യായപ്രമാണത്താൽ വിധിക്കപ്പെടുവാനുള്ളവരെ പോലെ സംസാരിക്കുകയും പ്രവർത്തിക്കുകയും ചെയ്യും. സ്വാതന്ത്ര്യത്തിന്റെ ന്യായപ്രമാണം. ഞാൻ 1-ാം അധ്യായത്തിന്റെ 25ാമത്തെ വാക്യം പഠിപ്പിച്ചപ്പോൾ അത് വിശദമായി പറഞ്ഞു. എന്താണ് സ്വാതന്ത്ര്യത്തിന്റെ ന്യായപ്രമാണം? അത് എത്ര പഠിപ്പിച്ചാലും മതിയാകിയില്ല. കാരണം അനേക വിശ്വാസികൾ ഒരു സമയത്ത് അടിമത്വത്തിലായിരുന്നു. കർത്താവ് തൻ്റെ കൃപയാൽ അടിമത്വത്തിൽ നമ്മളെ സ്വാതന്ത്ര്യത്തിലേക്ക് കൊണ്ടുവന്നു. എന്നിട്ട് പല വിശ്വാസികളും ഇപ്പോൾ പുതിയ അടിമത്വത്തിലാണ്. അവിടെ നിന്ന് ദൈവം നമ്മളെ രക്ഷിച്ച് സ്വാതന്ത്ര്യത്തിലേക്ക് കൊണ്ടുവന്നു. ഈ സ്വാതന്ത്ര്യത്തിൽ കൊണ്ടുവന്നിട്ടും ഇപ്പോഴും നമ്മൾ പുതിയ രീതിയിലുള്ള അടിമത്തത്തിൽ പോവുകയാണ്. ഞങ്ങൾ പറയുകയായിരുന്നു കഴിഞ്ഞ ദിവസം, ഇപ്പൊ ഹിമാചലിലെ ഇവിടെ ഉള്ള പല രീതികളും, കിന്നോർ ഡിസ്ട്രിക്റ്റിലെ പ്രത്യേകത ഹിന്ദുയിസവും ബുദ്ധിസവും ചേർന്നുള്ള ഒരു മിക്സ് റിലീജിയനാണ്. പലരും അവരുടെ ജീവിതം ഭയത്തിലാണ് കഴിക്കുന്നത്. കാരണം അവർക്ക് ദൈവമായിട്ട് നേരിട്ട് കമ്മ്യൂണിക്കേഷൻ ഇല്ല. ഇതിലിടയിൽ നിൽക്കുന്ന ഒരാളുണ്ട്. അയാൾക്ക് ഇഷ്ടമുള്ള കാര്യം അയാൾ പറയുന്നു, അയാൾ ഇഷ്ടമുള്ള കാര്യം സംഭവിപ്പിക്കും. അപ്പൊ ഇവരുടെ ജീവിതം എപ്പോഴും ഭയത്തിലാണ്. ഇവർക്ക് സ്വാതന്ത്ര്യം എന്താണെന്ന് കേട്ടറിവ് പോലും ഉണ്ടാകില്ല. ഇതുപോലെ തന്നെ നമ്മളൊക്കെ അടിമത്വത്തിലായിരുന്നു, ഭയത്തിലായിരുന്നു. നമ്മുടെ ഇടയിൽ തന്നെ എടുക്കാം. പല വിശ്വാസികളും ഒരു പ്രവാചകന്റെ വാക്കിൽ ഭയപ്പെട്ട്, അല്ലെങ്കിൽ ഒരു വ്യക്തി ദൈവം പറഞ്ഞൊരു കാര്യം മറ്റൊരാൾക്ക് ഇഷ്ടപ്പെട്ടില്ല, ദൈവം എന്നോട് ചെയ്യാൻ പറഞ്ഞൊരു കാര്യം മറ്റൊരാൾക്ക് ഇഷ്ടപ്പെട്ടില്ല, അപ്പോൾ അയാൾ എന്നെ ശപിക്കുമോ, അല്ലെ അയാൾക്ക് എനിക്കെതിരെ പ്രാർത്ഥിക്കുമോ, ഇങ്ങനെ എന്തെങ്കിലുമായിട്ടുള്ള ചിന്തകൾ കൊണ്ട് വ്യത്യസ്തമായ ഭയങ്ങൾ, പ്രവാചകന്മാരുടെ വാക്കിൽ ഭയപ്പെട്ട് ജീവിക്കുന്ന അനേക വിശ്വാസികളുണ്ട്. പ്രവാചകൻ പറഞ്ഞു ഇങ്ങനെ സംഭവിക്കും. പ്രവാചകന്മാർ എന്തെങ്കിലും പറഞ്ഞത് കേട്ടിട്ട് പേടിച്ച് ജീവിക്കുന്ന ഒരവസ്ഥ. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, ഈ സ്വാതന്ത്ര്യത്തിന്റെ ന്യായപ്രമാണം എന്നുള്ളത് ആവർത്തിച്ച് പഠിക്കുകയും മനസ്സിലാക്കുകയും ചെയ്യേണ്ടതാണ്. നിങ്ങളെ രക്ഷിച്ചത് ഒരു പാസ്റ്ററോ, നിങ്ങളെ രക്ഷിച്ചത് ഒരു മനുഷ്യനോ അല്ല. നിങ്ങളെ രക്ഷിച്ചത്, എന്നെ രക്ഷിച്ചത്, നമ്മളെ രക്ഷിച്ചത് കർത്താവായ യേശു ക്രിസ്തു സ്വന്തം ജീവൻ കൊടുത്തിട്ടാണ്. ക്രിസ്തുവുമായിട്ടുള്ളൊരു ബന്ധത്തിൽ നമ്മളായിരിക്കുക. നമ്മുടെ ജീവിതത്തിൽ ഒരു തെറ്റ് വരുമ്പോൾ ഒരു പക്ഷെ ദൈവം ഒരു പ്രവാചകനെ അയക്കും. ആ പ്രവാചകനല്ല പരിഹാരം ഉണ്ടാക്കുന്നത്. ആ പ്രവാചകൻ പരിഹാരം ഉണ്ടാക്കാൻ ദൈവം പുതിയതിലേൽപ്പിച്ചിട്ടില്ല. ആ പ്രവാചകൻ അയച്ചത് നിങ്ങൾക്ക് നേരെ വിരൽ ചൂണ്ടി നീ ആ തെറ്റ് ചെയ്തു എന്ന് പറയുക മാത്രമാണ്. പരിഹാരം ഉണ്ടാക്കേണ്ടത് ഞാൻ ദൈവത്തിൻ്റെ സന്നിധിയിൽ ചെന്ന് ആ തെറ്റിനെ കുറിച്ച് അനുദപിക്കുകയും ആ തെറ്റിനോടുള്ള ബന്ധത്തിൽ എന്തെങ്കിലും പരിഹാരം ചെയ്യണമെങ്കിൽ, ഇപ്പം ഇന്ന് എനിക്ക് എൻ്റെ ഒരു സ്നേഹിതൻ, അദ്ദേഹം ഒരു പാസ്റ്ററാണ്, അദ്ദേഹം ഒരു കത്തയച്ചു. ആ കത്തയച്ചത് അദ്ദേഹം ചെയ്ത ഒരു തെറ്റ് ഗുരുതരം, നമ്മുടെ കാഴ്ചപ്പാടിൽ ഗുരുതരമായിട്ടല്ല, പക്ഷെ തെറ്റാണ്. ഒരു കാര്യം ഒരാൾ മറ്റൊരാൾ പറയുമെന്ന് പറഞ്ഞു, പക്ഷെ അദ്ദേഹം എന്നോട് ഷെയർ ചെയ്തു. അപ്പം എന്നോട് ക്ഷമ ചോദിച്ചുകൊണ്ടാണ് അദ്ദേഹം കത്തയച്ചത്. എന്നിട്ട് അദ്ദേഹം പറഞ്ഞു, ഇതിൻ്റെ യഥാർത്ഥ വ്യക്തിയോട് ഞാൻ ഈ കാര്യം ഷെയർ ചെയ്യും, പക്ഷേ ബിജുവും ഇതിൻ്റെ ഭാഗമായതുകൊണ്ട്, അത് ബിജുവിനോട് ഞാൻ ഈ കാര്യം ഷെയർ ചെയ്തുകൊണ്ട് ഞാൻ ക്ഷമ ചോദിക്കും, എന്നോട് ക്ഷമിക്കണം. അപ്പോൾ അവിടെ ആ പ്രശ്നം തീർന്നു. ഞാനിത് പറയുന്നതിൻ്റെ കാരണം, അനേക കള്ളപ്രവാചകന്മാർ അനേകരെ കുടുക്കിയിട്ട് അവർക്ക് ദൈവവുമായിട്ട് ബന്ധപ്പെടാൻ കഴിയാത്ത വിധത്തിൽ ഇവരെ ഇടനിലക്കാരായി നിൽക്കും. ഞാൻ ഇവിടെ വന്നപ്പോൾ ഇന്ന് കേട്ടൊരു കാര്യം, ഇവിടെ ഒരു സമയത്ത് ഇവിടെ പല ജാതീയ വിഭാഗങ്ങളുണ്ട്. അപ്പം ജാതീയ വിഭാഗങ്ങളിൽ ഈ കൂടിയ ജാതി എന്ന് ചിന്തിക്കുന്ന ആളുകൾ അവർ പറഞ്ഞത്, ഈ ദൈവത്തിന് അറിയാവുന്ന ഭാഷ, അവരുടെ ഭാഷ, എല്ലാവർക്കും അവരുടെ ലോക്കൽ ലാംഗ്വേജ് ഉണ്ട്. അപ്പോൾ അതിൽ ദൈവത്തിന് അറിയാവുന്ന ഭാഷ എന്ന് പറയുന്നത് ഞങ്ങളുടെ ഭാഷയാണ്. അപ്പോൾ ഈ കുറഞ്ഞ ജാതി എന്ന് പറയുന്ന ആളുകൾക്ക് ചെന്ന് പ്രാർത്ഥിക്കാൻ പറ്റില്ല ഡയറക്റ്റ്. കാരണം എന്താ, അവരുടെ ലാംഗ്വേജ് എത്ര അറിയത്തില്ല. അപ്പോൾ മനസ്സിലായി തട്ടിപ്പ് എന്താന്ന്. അതായത് ഞങ്ങളിലൂടെ മാത്രമേ കാര്യങ്ങൾ നടക്കൂ എന്ന് സ്ഥാപിക്കാനുള്ള ഒരു പരിപാടിയാണ്. നമ്മൾ കാണുന്നത്
സ്വാതന്ത്ര്യത്തിന്റെ ന്യായപ്രമാണം എന്ന് പറയുന്നത് യേശു ക്രിസ്തുവിലൂടെ നാം സ്വതന്ത്രരാക്കപ്പെട്ടു. ഓരോ വ്യക്തികളും യേശു ക്രിസ്തുവിനെ സ്വന്തം രക്ഷിതാവും കർത്താവുമായി സ്വീകരിച്ച ഓരോരുത്തരും സ്വാതന്ത്ര്യത്തിലേക്ക് കൊണ്ടുവന്നു. ഈ സ്വാതന്ത്ര്യത്തിലേക്ക് കൊണ്ടുവരുന്നു എന്ന് പറയുമ്പോൾ എനിക്ക് തോന്നിയതുപോലെ ജീവിക്കാനും തോന്നിയതുപോലെ ചിന്തിക്കാനും തോന്നിയതുപോലെ നടക്കാനുമുള്ള ഒരു ലൈസൻസേ അല്ല. അത് പൗലോസ് അതിനെക്കുറിച്ചൊക്കെ വിശദമായി പറയുന്നുണ്ട്. മറിച്ച് പഴയ നിയമത്തിൽ എങ്ങനെയായിരുന്നു? പഴയ നിയമത്തിൽ ഞാൻ ഒരു കൽപ്പന അനുസരിക്കുന്നത് ഭയത്തിൽ നിന്നാണ്. ആ കൽപ്പന അനുസരിക്കുന്നത് ഭയത്തിൽ നിന്നാണ്. എന്നാൽ പുതിയ നിയമത്തിൽ ഞാൻ കൽപ്പന അനുസരിക്കുന്നത് സ്നേഹത്തിൽ നിന്നാണ്. അതുകൊണ്ടാണ് കർത്താവ് പറഞ്ഞത്, നിങ്ങൾ എന്നെ സ്നേഹിക്കുന്നുവെങ്കിൽ എൻ്റെ കൽപ്പനകളെ കാത്തുകൊള്ളൂ. സ്വാതന്ത്ര്യത്തിന്റെ ന്യായപ്രമാണവും അടിമത്തത്തിന്റെ ന്യായപ്രമാണത്തിനുള്ള അടിസ്ഥാനപരമായ വ്യത്യാസം, അടിമത്വത്തിന്റെ ന്യായപ്രമാണം, പഴയ ന്യായപ്രമാണത്തിൽ അവൻ ഭയത്തിൽ നിന്നാണ് അനുസരിക്കുന്നത്. അവൻ അതൊരു ഭാരമാണ്. അതുകൊണ്ട് അവൻ അതിനെ പല വിധത്തിൽ മാറ്റി മറിക്കുന്നു. മാത്രമല്ല അവൻ ജഡത്തിൽ അത് ചെയ്യാൻ ശ്രമിക്കുന്നു. എന്നാൽ പുതിയ നിയമത്തിൽ സ്നേഹത്തിൽ നിന്ന് മാത്രമേ ചെയ്യുന്നുള്ളൂ. സ്നേഹത്തിൽ നല്ല ചെയ്യുന്നതെങ്കിൽ നമ്മൾ പഴയ നിയമ സ്വഭാവത്തിലാണ്, അല്ലെങ്കിൽ പഴയ നിയമ ആത്മാവിലാണ്. പുതിയ നിയമത്തിലെ കൽപ്പന, അത് സ്നാനമാകട്ടെ, കർത്താവിൻ്റെ മേശയിൽ പങ്കെടുക്കുന്നതാകട്ടെ, പ്രാർത്ഥിക്കുന്നതാകട്ടെ, എന്തെല്ലാം കൽപ്പനകൾ ദൈവം നമ്മളോട് പറഞ്ഞിട്ടുണ്ടോ അതെല്ലാം സ്നേഹത്തിൽ നിന്നാണ് ചെയ്യുന്നത്. അതുകൊണ്ട് പുതിയ നിയമത്തിൽ ഞാനൊരു തെറ്റ് ചെയ്യുമ്പോൾ ആദ്യം ചിന്തിക്കുന്നത്, അയ്യോ ഞാൻ ഈ തെറ്റ് ചെയ്തുകൊണ്ട് നരകത്തിൽ പോകുമോ എന്നല്ല, ഞാൻ ഈ തെറ്റ് ചെയ്തപ്പോൾ എൻ്റെ കർത്താവിന് ഇത്ര വേദന ഉണ്ടാവും. അതാണ് ഒരു ബന്ധത്തിന്റെ വിഷയമാണ്. അല്ലാണ്ട് നരകത്തിൻ്റെയോ കെടാത്ത തീയുടെ കഥയോ ചാകാത്ത പുഴുവിൻ്റെ കഥയോ എന്നല്ല ഓർമ്മ വരുന്നത്. അവിടെ ഒരു സ്നേഹബന്ധത്തിന്റെ കാര്യമായതുകൊണ്ട് അയ്യോ എൻ്റെ കർത്താവിനെ ഞാൻ വേദനിപ്പിച്ചല്ലോ. അതാണ് വ്യത്യാസം. അവിടെ ഞാൻ സ്വാതന്ത്ര്യത്തോടെ നടക്കുന്നത്. അത് കുറച്ചുകൂടെ നമ്മൾ വിശദമാകും ഈ വാക്യത്തിൽ. ഇവിടെ യാക്കോബ് പറയുന്നത് സ്വാതന്ത്ര്യത്തിന്റെ ന്യായപ്രമാണത്താൽ വിധിക്കപ്പെടാനുള്ളവരെ പോലെ. ഞാൻ പറഞ്ഞു സ്വാതന്ത്ര്യത്തിന്റെ ന്യായപ്രമാണം. എനിക്കറിയാം ഈ സ്വാതന്ത്ര്യത്തിന്റെ ന്യായപ്രമാണം എന്ന് പറയുമ്പോൾ ഒരു ക്ലാസ് കൊണ്ട് തീരുന്നതല്ല, അനേക ക്ലാസ് കൊണ്ട് നിരന്തരമായ ധ്യാനം കൊണ്ട് മാത്രം മനസ്സിലാക്കാൻ പറ്റുന്ന കാര്യമാണ് സ്വാതന്ത്ര്യത്തിന്റെ ന്യായപ്രമാണം. കാരണം നമ്മളൊക്കെ ചെറിയ പ്രായം മുതൽ രക്ഷിക്കപ്പെടുന്നതിന് മുമ്പും രക്ഷിക്കപ്പെട്ടതിന് ശേഷവും ഒരു പരിധിവരെ നമ്മളൊക്കെ പഴയ നിയമ ന്യായപ്രമാണത്തിന്റെ സിസ്റ്റത്തിൽ കിടക്കുന്ന ഒരു സ്വഭാവം അത് നമുക്ക് പരിചിതമായതുകൊണ്ട് സ്വാതന്ത്ര്യത്തിന്റെ ന്യായപ്രമാണം മനസ്സിലാക്കാൻ വളരെ ബുദ്ധിമുട്ടാണ്. ഞാൻ എൻ്റെ ജീവിതത്തിലൊക്കെ വളരെ താമസിച്ചാണ് അതിൻ്റെയൊക്കെ കൂടുതൽ വെളിച്ചം എനിക്ക് കിട്ടിയത്. എനിക്ക് പണ്ട് ഇല്ല എന്നല്ല, അത് കൂടുതൽ വ്യക്തമായൊക്കെ മനസ്സിലാക്കിയത് വർഷങ്ങൾക്ക് ശേഷമാണ്. അപ്പൊ ഇവിടെ പറയുന്നത് സ്വാതന്ത്ര്യത്തിന്റെ ന്യായപ്രമാണത്താൽ വിധിക്കപ്പെടാനുള്ളവരെ പോലെ. ഞാൻ എൻ്റെ വ്യക്തിപരമായ വിശ്വാസമാണ് പറയുന്നത്. അത് ഇതാണ്, വിശ്വാസികൾ വിധിക്കപ്പെടും. എൻ്റെ വ്യക്തിപരമായ വിശ്വാസം. ഈ വിധിക്കപ്പെടുക എന്ന് പറഞ്ഞാൽ എനിക്കറിയില്ല ഏത് തരത്തിലാണെന്ന്. പല വാക്കുകൾ ഉപയോഗിക്കുന്നുണ്ട്. ഒരു വാക്ക് ഇതാണ്. യേശു പറഞ്ഞു, നിങ്ങൾ പറയുന്ന ഏത് നിസാര വാക്കിനും ന്യായവിധി ദിവസത്തിൽ കണക്ക് ബോധിപ്പിക്കണം. ഏത് വിധത്തിലാണ് വിധി? ഇപ്പൊ സ്വർഗത്തിൽ പോകുന്ന ഒരു വ്യക്തിയെ സംബന്ധിച്ച് സ്വർഗത്തിലും അവൻ പീഡിപ്പിക്കപ്പെടുകയാണോ അല്ലെങ്കിൽ ശിക്ഷിക്കപ്പെടുകയാണോ എന്നൊക്കെ അനേക ചോദ്യങ്ങളുണ്ട്. അതൊന്നും എനിക്ക് അറിയത്തില്ല. പക്ഷേ വേദപുസ്തകത്തിലെ പല വാക്യങ്ങൾ നമ്മളെ പഠിപ്പിക്കുന്നു. നമുക്ക് 2 വാക്യങ്ങളൊന്ന് വായിക്കാം. 2 കൊരിന്ത്യർ 5-ാം അധ്യായം 9-10 വാക്യങ്ങൾ. 2 കൊരിന്ത്യർ 5:9-10. അതുകൊണ്ട് ശരീരത്തിൽ വസിച്ചാലും ശരീരം വിട്ടാലും ഞങ്ങൾ അവനെ പ്രസാദിപ്പിക്കുന്നവർ ആകുവാൻ അഭിമാനിക്കുന്നു. അവനവൻ ശരീരത്തിൽ ഇരിക്കുമ്പോൾ ചെയ്തത് നല്ലതാകിലും തീയതാകിലും അതിന് തക്കവണ്ണം പ്രാപിക്കേണ്ടതിന് നാം എല്ലാവരും ക്രിസ്തുവിന്റെ ന്യായാസനത്തിന് മുമ്പാകെ വെളിപ്പെടേണ്ടതാകുന്നു. നല്ലത് ചെയ്താലും തീയത് ചെയ്താലും അതിന് തക്കവണ്ണം പ്രാപിക്കും. ഈ വിധിക്കപ്പെടുക എന്ന് പറയുന്നത് ഏത് രീതിയിലാണ്, ശിക്ഷയുണ്ടോ അല്ലെങ്കിൽ അതിനുള്ള ഇതൊന്നും എനിക്കറിയത്തില്ല. പക്ഷെ വേദപുസ്തക വാക്യം എന്നെ മനസ്സിലാക്കി തന്നത് തീർച്ചയായിട്ടും ഏതോ ഒരു തരത്തിലുള്ള ഒരു കണക്ക് ബോധിപ്പിക്കൽ അല്ലെങ്കിൽ ഒരു വിധി ഉണ്ട്. ഓക്കെ, ഇവിടെ നമ്മൾ വായിച്ചത് യാക്കോബ് പറയാണ്,
സ്വാതന്ത്ര്യത്തിന്റെ ന്യായപ്രമാണത്താൽ വിധിക്കപ്പെടാനുള്ളവരെ പോലെ നമ്മൾ എന്ത് ചെയ്യണം? സംസാരിക്കുകയും പ്രവർത്തിക്കുകയും വേണം. നമ്മൾ മറന്നു പോകരുത് ഏത് കോണ്ടെക്സ്റ്റിലാണെന്ന് പറയുന്നത്. അതിന്റെ ക്ലാസ്സിൽ നമ്മൾ പഠിച്ചത് ഫേവറിറ്റിസം കാണിക്കുന്നതിനെ കുറിച്ചാണ്, മുഖപക്ഷം കാണിക്കുന്നതിനെ കുറിച്ചാണ്. അപ്പൊ മുഖപക്ഷം കാണിക്കുന്ന പശ്ചാത്തലത്തിലാണ് യാക്കോബ് ഇത് പറയുന്നത്. നിങ്ങൾ ഓർക്കണം, നിങ്ങൾ മുഖപക്ഷം കാണിക്കുമ്പോൾ സ്വാതന്ത്ര്യത്തിന്റെ ന്യായപ്രമാണത്താൽ വിധിക്കപ്പെടാനുള്ളവരെ പോലെ വേണം നിങ്ങൾ പെരുമാറാൻ. ഈ സ്വാതന്ത്ര്യത്തിന്റെ ന്യായപ്രമാണത്താൽ വിധിക്കപ്പെടുമ്പോൾ രണ്ട് വിധികളാണ്. ഒന്ന്, ഇവിടെ യാക്കോബ് എടുത്തു പറയുന്നു, സ്വാതന്ത്ര്യത്തിന്റെ ന്യായപ്രമാണത്താലുള്ള വിധി, ന്യായപ്രമാണത്താലുള്ള വിധി. എന്താണ് ഇത് തമ്മിലുള്ള വ്യത്യാസം? ന്യായപ്രമാണത്താലുള്ള വിധിയും സ്വാതന്ത്ര്യത്തിന്റെ ന്യായപ്രമാണത്താലുള്ള വിധിയും. ന്യായപ്രമാണത്തിന്റെ വിധി എന്ന് പറയുന്നത് ഒരു കാര്യം ചെയ്തില്ലെങ്കിൽ അവൻ വിധിക്കപ്പെടും. അവിടെ അവൻ എന്തുകൊണ്ടത് ചെയ്തു എന്നോ അതിന്റെ പശ്ചാത്തലം എന്തായിരുന്നുവെന്നോ ഒന്നും അവിടെ ചോദ്യമില്ല. പാപിനിയായ സ്ത്രീയെ യേശുവിന്റെ മുൻപിൽ കല്ലെറിയാൻ കൊണ്ടുവന്നു. അപ്പൊ ഈ കല്ലെറിയാൻ കൊണ്ടുവന്നവർ ന്യായപ്രമാണത്തിന്റെ വിധിയുമായിട്ടാണ് വന്നത്. അവളുടെ പശ്ചാത്തലം അല്ല, എന്തുകൊണ്ട് അവൾ ചെയ്തു? ഒരു പക്ഷേ അവളുടെ 2 വയസ്സുള്ള കുഞ്ഞിന് ഭക്ഷണമില്ലാതെ ആ നാട്ടിലുള്ള, ഞാൻ നമ്മുടെ കോണ്ടക്സ്റ്റ് പറയാം, നമ്മുടെ ഒക്കെ വീട്ടിൽ വന്നു, എൻ്റെ കുഞ്ഞ് പട്ടിണി കിടക്കുകയാണ്. അന്നത്തെ കാലത്തെ കോണ്ടക്സ്റ്റിൽ ചിന്തിച്ചാൽ മതി. ഇപ്പോഴത്തെ മനസ്സിലാക്കണം നമ്മുടെ കോണ്ടക്സ്റ്റ്. എൻ്റെ വീട്ടിൽ വന്നു, നമ്മുടെ ഓരോരുത്തരും വീട്ടിൽ വന്നു. അപ്പം നമ്മൾ പറഞ്ഞു, ഞങ്ങളൊക്കെ ദൈവത്തെ സേവിക്കുന്നതുകൊണ്ട് ഞങ്ങളുടെ വീട്ടിൽ പട്ടിണിയില്ല, നീ ദൈവത്തെ സേവിക്കാത്തതുകൊണ്ട് നിനക്ക് പട്ടിണി, നിന്റെ കാര്യം നീ നോക്ക് എന്ന് പറഞ്ഞുള്ളൂ. അപ്പോൾ അവൾക്ക് അവളുടെ 2 വയസ്സുള്ള കുഞ്ഞിൻ്റെ നിലവിളി സഹിക്കാൻ വയ്യാതെ, അവൾക്ക് വേറെ ആരും ജോലിയും കൊടുക്കുന്നില്ല, അവളുടെ ഒന്നുമില്ല. ആ പശ്ചാത്തലത്തിലാണ് അവളെ പ്രോസ്റ്റിറ്റ്യൂഷന് പോയത് എന്ന് ചിന്തിക്കുക. പക്ഷേ ന്യായപ്രമാണത്തിന്റെ വിധിയിൽ ഇതൊന്നും വിഷയമല്ല. കഴിഞ്ഞ ദിവസം ഒരു പോലീസുകാരൻ മാമ്പഴം മോഷ്ടിച്ചതിന് സസ്പെൻഷനിലായി, നമ്മളെല്ലാം അത് കണ്ടതാണ്. അപ്പോൾ അവിടെ പറയുന്നൊരു കാര്യമുണ്ട്, വിശന്നിട്ടല്ല ആ മാമ്പഴം മോഷ്ടിച്ചത് എന്ന് തെളിഞ്ഞതുകൊണ്ട് അയാൾക്കെതിരെ കേസെടുത്തു. അതായത് വിശന്നിട്ടാണ് മാമ്പഴം മോഷ്ടിച്ചതെങ്കിൽ ആ കേസൊക്കെ തള്ളിപ്പോകും. സദൃശവാക്യത്തിൽ അത് പറയുന്നുണ്ട്, വിശന്നിട്ട് ഒരുവൻ മോഷ്ടിച്ചാൽ നമ്മൾ അവനെ ശിക്ഷിക്കരുതെന്നുള്ള വിധത്തിൽ പറയുന്നുണ്ട്. ന്യായപ്രമാണത്തിൽ അതൊന്നും വിഷയമല്ല. ന്യായപ്രമാണം കട്ട് ആൻഡ് റൈറ്റ് എന്ന് പറയുന്ന പോലെയാണ്, വെട്ടൊന്ന് മുറി 2. പക്ഷെ യേശുവിന്റെ അടുക്കൽ അവളെ കൊണ്ടുവന്നപ്പോൾ സ്വാതന്ത്ര്യത്തിന്റെ ന്യായപ്രമാണത്തിന്റെ ഇടപെടലുകളാണ് നമ്മളവിടെ കാണുന്നത്. യേശു എങ്ങനെയാണ് അവളോട് ഇടപെട്ടത്? സ്വാതന്ത്ര്യത്തിന്റെ ന്യായപ്രമാണവും ന്യായപ്രമാണം തമ്മിലുള്ള വ്യത്യാസം, സ്വാതന്ത്ര്യത്തിന്റെ ന്യായപ്രമാണത്തിന്റെ അടിയിൽ കിടക്കുന്ന ഒരു കാര്യമുണ്ട്. അതാണ് അടുത്ത വാക്യം, 13ാമത്തെ വാക്യം. കരുണ കാണിക്കാത്തവന് കരുണയില്ലാത്ത ന്യായവിധി ഉണ്ടാകും, കരുണ ന്യായവിധിയെ ജയിച്ച് പ്രശംസിക്കുന്നു. ന്യായപ്രമാണത്തിന്റെ വിധിയിൽ കരുണ എന്നൊരു സാധനമില്ല. ഈ പരീശന്മാരുടെ അടുക്കൽ ഒരു പാപിക്കും കടന്നു വരാൻ പറ്റത്തില്ല. അവൻ അനുതാപത്തോട് പോലും വരാൻ പറ്റത്തില്ല. കാര്യം എന്താ? അവര് ന്യായപ്രമാണത്താൽ വിധിക്കുന്നവരാണ്. അവർക്ക് കരുണ എന്നൊരു ഭാഗമേ അവിടെ ഇല്ല. എന്നാൽ യേശുവിന്റെ അടുക്കൽ വന്നവരിൽ നല്ല പങ്കും പാപികളാണ്. അതുകൊണ്ട് യേശുവിന് ഒരു പേര് കിട്ടിയല്ലോ, എന്താണ്? പാപികളുടെയും ചുങ്കക്കാരുടെ സ്നേഹിതൻ. യേശുവിന്റെ അടുക്കൽ എല്ലാവർക്കും വരാം, പരീശന്മാരുടെ അടുക്കൽ വരാൻ പറ്റില്ല. കാരണം അവര് വിധിക്കുന്നത് ന്യായപ്രമാണത്താലാണ് വിധിക്കുന്നത്. യേശു വിധിക്കുന്നത് സ്വാതന്ത്ര്യത്തിന്റെ ന്യായപ്രമാണത്താലാണ്. അവിടെ കരുണയുടെ അംശമുണ്ട്. കരുണ ഒഴിവാക്കി. അവിടെ ആ വായിച്ച വാക്യം ശ്രദ്ധിക്കുക, എന്താ പറയുന്നത്? സ്വാതന്ത്ര്യത്തിന്റെ ന്യായപ്രമാണത്താൽ വിധിക്കപ്പെടാനുള്ളവരെ പോലെ സംസാരിക്കുകയും പ്രവർത്തിക്കുകയും ചെയ്യുവിൻ. സ്വാതന്ത്ര്യത്തിന്റെ ന്യായപ്രമാണം, എനിക്ക് സ്വതന്ത്രമായി തീരുമാനമെടുത്തിട്ട് ചെയ്യാൻ കഴിയുന്ന കാര്യത്താൽ വിധിക്കപ്പെടുന്നവൻ. പഴയ നിയമത്തിൽ അങ്ങനെയല്ല. പഴയ നിയമത്തിൽ 10 മണിക്ക് അവരുടെ പള്ളി തുടങ്ങുമെങ്കിൽ വഴിയിൽ ഒരുത്തൻ വണ്ടി ഇടിച്ച് കിടന്ന് 1 ഗ്ലാസ് വെള്ളത്തിന് വേണ്ടി ചോദിച്ചാലും കൊടുക്കാൻ പാടില്ല. കാരണം അവിടെ കരുണ എന്നൊരു അംശമൊന്നുമില്ല. അവൻ ന്യായപ്രമാണം പറഞ്ഞ പ്രവർത്തിക്ക് വേണ്ടി പള്ളിയിലേക്ക് പോകണം. നമ്മൾ എങ്ങനെയാണ് വിധിക്കുന്നത്? അപ്പോൾ നിങ്ങൾ ചോദിക്കും, അയ്യോ നമ്മളെവിടെ ആരെ വിധിക്കാൻ പോകുന്നു? ഒരു ദിവസം നേരം വെളുത്താൽ എത്ര വിധികളാണ് നമ്മളിലൂടെ ഉണ്ടാകുന്നത്.
ഞാൻ ഇന്നലെ പറഞ്ഞല്ലോ ആ പോലീസുകാരൻ്റെ ആ ന്യൂസ് നമ്മൾ കണ്ട ഉടനെ നമ്മളൊരു വിധി ഉണ്ടായിട്ടുണ്ട്. ഒരു പക്ഷെ അയാൾ വിശന്നിട്ടായിരിക്കാം അത് എടുത്തത്, അതറിയുന്നതിന് മുൻപ് നമ്മൾ വിധിച്ചു കഴിഞ്ഞു. അപ്പം നമ്മൾ പറയുന്ന ഒരു കാര്യമുണ്ട്, ഈ വിധിക്കുന്നതിൻ്റെ അടിസ്ഥാനമായിട്ടൊരു കാര്യമുണ്ട്. എന്താണെന്നറിയാമോ? എനിക്ക് പറ്റിയല്ലോ, എനിക്ക് അങ്ങനെ ചെയ്യാതിരിക്കാൻ പറ്റിയല്ലോ, പിന്നെ എന്തുകൊണ്ട് അവന് അതുപോലെ ചെയ്തുകൂടാ? നമ്മുടെയൊക്കെ അടുത്ത് ഉള്ള നമ്മളൊക്കെ അനുഭവിക്കുന്ന ഒരു കാര്യമുണ്ട്. നമ്മളൊക്കെ നല്ല വൃത്തിയുള്ള ആൾക്കാരാണ്, വീട്ടിലെ കാര്യങ്ങളൊക്കെ വൃത്തിയോടെ വെക്കും. എന്നാൽ ചില വീടുകളിൽ ചെന്നാൽ അത്രയും വൃത്തിയില്ല. അപ്പം നമ്മൾ ചിന്തിക്കും, എൻ്റെ കാര്യമാണ് ഈ പറയുന്നത്, അവർക്കൊന്ന് വൃത്തിയോടെ വെച്ചാൽ എന്താണ്? അപ്പോൾ പല സമയത്തായിട്ട് ദൈവം എന്നെ പഠിപ്പിച്ചു, ബിജു, നിന്റെ വീട്ടിൽ വാഷിംഗ് മെഷീൻ ഉണ്ട്, നിന്റെ വീട്ടിൽ വാക്യൂം ക്ലീനർ ഉണ്ട്, നിന്റെ വീട്ടിൽ മിക്സി ഉണ്ട്. അപ്പം നിനക്ക് വീട് വൃത്തിയാക്കി ക്ലീൻ ചെയ്യാന്നൊക്കെ പറഞ്ഞാൽ വലിയ പണിയുള്ള കാര്യമൊന്നുമല്ല. പക്ഷെ ആ വ്യക്തിയെ സംബന്ധിച്ച് നീ പറയുന്ന കാര്യങ്ങളൊക്കെ ചെയ്യുന്നതെന്ന് പറയുന്നത്, അവൻ ജോലിക്ക് പോകണം, വൈകിട്ട് തിരിച്ചു വരണം, അവൻ്റെ എല്ലാവിധ അധ്വാനങ്ങൾ കഴിഞ്ഞിട്ട് വേണം അവൻ ഇതൊക്കെ ചെയ്യാൻ. അപ്പം നീ പറയുന്നത് പോലെ അത്ര ലാഘവത്തോടെ അവന് ചെയ്യാൻ പറ്റത്തില്ല. അവൻ ജോലി കഴിഞ്ഞ് വൈകിട്ട് വരുന്നത് വളരെ ക്ഷീണിച്ച് തളർന്ന് ഒടിഞ്ഞ വരുന്നത്. അവനെ സംബന്ധിച്ച് അലക്കുക എന്ന് പറയുന്നത് ഒരു വലിയ അധ്വാനം. എന്നെ സംബന്ധിച്ച് അതെല്ലാം വാരിക്കൊണ്ട് വാഷിംഗ് മെഷീൻ ഇട്ട് അതെല്ലാം സ്വിച്ചൊക്കെ ഓൺ ചെയ്ത് കഴിഞ്ഞാൽ എനിക്ക് എൻ്റെ വഴിക്ക് പോവാം. ഒരു 1.5 മണിക്കൂർ കഴിയുമ്പോൾ വിളിച്ചു പറയും, എല്ലാം തീർന്ന് കൊണ്ടുപോയി ഉണക്കാനിട്ടോ എന്ന് വാഷിംഗ് മെഷീൻ വിളിച്ചു പറയുമ്പോൾ അത്രേ ഉള്ളു പണി. പക്ഷെ ഞാൻ എളുപ്പത്തിൽ അവരെ വിധിക്കുകയാണ്. വിധിക്കുമ്പോൾ ഞാൻ ചോദിക്കുന്ന ചോദ്യം എന്താണ്? ഞാൻ ചെയ്തല്ലോ, എന്തുകൊണ്ട് അവന് ചെയ്തുകൂടാ? പല വിധിയുടെയും അടിസ്ഥാനം അതാണ്. എന്നാൽ ഒരല്പം നമ്മൾ കാത്തിരിക്കാമെങ്കിൽ, അല്ലെങ്കിൽ അവൻ്റെ കൂടെ കുറച്ചു കാലം ഒന്ന് നടക്കാമെങ്കിൽ നമുക്ക് മനസ്സിലാകും അവൻ എന്തുകൊണ്ട് ഇത് ചെയ്യുന്നു. അത് ചെയ്യുന്നതിനെ സപ്പോർട്ട് ചെയ്യാനല്ല ഞാൻ പറയുന്നത്. യൂദയുടെ അവസാനത്തിൽ പറയുന്നത്, ഒരുത്തൻ പിന്മാറിപ്പോയാൽ അവനെ രക്ഷിക്കുന്നവൻ ഒരുവരെ തീയിൽ നിന്ന് വലിച്ചെടുക്കുന്ന പോലെയാണ്. അപ്പൊ തീർച്ചയായിട്ടും വഴി തെറ്റിയവരെ നേരെയാക്കണം. പക്ഷെ നമ്മൾ നേരെയാക്കുന്നേക്കാൾ നമുക്ക് ഉത്സാഹം വിധിക്കാനാണ്, വിധിച്ച് തള്ളാനാണ്. ഇവിടെ പറയുന്നത്, സ്വാതന്ത്ര്യത്തിന്റെ ന്യായപ്രമാണത്താൽ വിധിക്കപ്പെടാനുള്ളവരെ പോലെ സംസാരിക്കുകയും പ്രവർത്തിക്കുകയും ചെയ്യുവിൻ. കരുണ കാണിക്കാത്തവന് കരുണയില്ലാത്ത ന്യായവിധി വരും. അതായത് നീ എങ്ങനെയാണോ വിധിച്ചത് അതുപോലെ ആയിരിക്കും നിന്നെയും വിധിക്കുന്നത്. അതല്ല യേശു പറഞ്ഞത്. എന്താണ്? നിങ്ങൾ വിധിക്കുന്ന വിധിയാൽ നിങ്ങളെയും വിധിക്കും, അളക്കുന്ന അളവിനാൽ തിരിച്ചു കിട്ടും, വിതയ്ക്കുന്നത് കൊയ്യും. അവിടെ തന്നെ പറയുന്നുണ്ട്, കരുണ ന്യായവിധിക്കെതിരെ സന്തോഷിക്കുന്നു. അപ്പോ നമ്മുടെയൊക്കെ ജീവിതത്തിൽ അടിസ്ഥാനപരമായി ഉണ്ടാക്കേണ്ട, ഞാനിത് പറയുന്നത് ഞാനിതിൽ നിന്ന് വിമുക്തനായി എന്നുള്ളതല്ല, എൻ്റെ ക്രിസ്തീയ യാത്രയിൽ ദൈവം പല കാലങ്ങളിൽ എന്നെ പഠിപ്പിക്കുകയും ദൈവത്തിൻ്റെ കൃപയാൽ പല കാര്യങ്ങളിലും വിജയം ലഭിക്കാനിടയായി തീർന്നത് കൊണ്ട് ഞാൻ അതിൽ നിന്ന് മനസ്സിലാക്കിയ ഗൗരവമായ പാഠമുള്ളത് കൊണ്ടാണ് ഞാനിത് പറയുന്നത്. പ്രത്യേകിച്ചും ഒരു കമന്റ് പറയാൻ തിടുക്കം കാണിക്കരുത്, ഒരു വിധി പറയാൻ തിടുക്കപ്പെടരുത്. നമ്മുടെയൊക്കെ ഇടയിൽ തന്നെ പെട്ടെന്നൊരു കമന്റ് പറയുമ്പോൾ എൻ്റെ ഉള്ളിലൊരു ഒരു പൊള്ളലുണ്ടാവും. ദൈവമേ, ഞാൻ വിധിക്കുന്നതിൻ്റെ ഒരു എക്സ്പേർട്ടായിരുന്നു, രക്ഷിക്കപ്പെടുന്നതിന് മുൻപും രക്ഷിക്കപ്പെട്ടതിന് ശേഷവും. പക്ഷേ ദൈവം അതിൻ്റെ ഗൗരവം എന്നെ മനസ്സിലാക്കി തന്നു. ഇപ്പോഴും പൂർണ്ണമായ ഒരു വിമുക്തി എനിക്ക് അതിൽ കിട്ടിയിട്ടില്ല. നമ്മൾ ആദ്യം പഠിച്ചു, ഒരുവൻ തൻ്റെ നാവിനെ കടിഞ്ഞാണിടാതെ താൻ ഭക്തനെ നിരൂപിച്ചാൽ അവൻ്റെ ഭക്തി വ്യർത്ഥം. നമ്മൾ തുടർന്ന് അതിനോട് ബന്ധപ്പെട്ട സ്വാതന്ത്ര്യ ന്യായപ്രമാണത്താൽ വിധിക്കപ്പെടുന്ന കാര്യത്തെക്കുറിച്ച് പറയുന്നു. റോമാലേഖനം 8-ാം അധ്യായം 1-ാമത്തെ വാക്യം. റോമാലേഖനം 8-ാം അധ്യായം 1-ാമത്തെ വാക്യം. അതുകൊണ്ട് ഇപ്പോൾ ക്രിസ്തുയേശുവിലുള്ളവർക്ക് ഒരു ശിക്ഷാവിധിയും ഇല്ല. ഓക്കെ, അത് വളരെ വ്യക്തമായ ഒരു സ്റ്റേറ്റ്മെന്റ് ആണ്. ഇപ്പൊ ഞാൻ നേരത്തെ പറഞ്ഞ എന്താണ്? വിശ്വാസികൾക്ക് ഒരു വിധി ഉണ്ട് എന്ന് തന്നെയാണ് ഞാൻ വിശ്വസിക്കുന്നത്. ഇവിടെ പറയുന്നത് എന്താ? ക്രിസ്തയേശുവിലുള്ളവർക്ക് ഒരു ശിക്ഷാവിധിയും ഇല്ല. എൻ്റെ ഉള്ളിൽ സംഭവിക്കുന്ന 2 കാര്യങ്ങൾ. ഒന്ന്, റോമർ 7:18.
എന്നിൽ എന്ന് വെച്ചാൽ എന്റെ ജഡത്തിൽ നന്മ വസിക്കുന്നില്ല എന്ന് ഞാൻ അറിയുന്നു. നന്മ ചെയ്യുവാനുള്ള താല്പര്യം എനിക്കുണ്ട്, പ്രവർത്തിക്കുന്നതോ ഇല്ല. അപ്പോ നമ്മുടെ ജീവിതത്തിൽ നടക്കുന്ന രണ്ട് കാര്യങ്ങൾ, ഒന്ന് നന്മ ചെയ്യാനുള്ള ആഗ്രഹം. വിശ്വാസികൾ എന്ന നിലയിൽ എല്ലാവരുടെ ഉള്ളിൽ നന്മ ചെയ്യാനുള്ള ആഗ്രഹമുണ്ട്. രണ്ടാമത്തെ കാര്യം, എന്നാൽ ചെയ്യുന്നത് നന്മയല്ല. നമ്മൾ പലപ്പോഴും നമ്മളെ അളക്കുന്നത് നമ്മുടെ ആഗ്രഹം കൊണ്ടാണ്. ആഗ്രഹം എന്താണ്? നന്മ ചെയ്യാൻ. പക്ഷെ ചെയ്യാൻ പറ്റുന്നില്ല. ഇതാണ് പൗലോസിന്റെയും നമ്മുടെ ഒക്കെ ജീവിതത്തിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്ന കാര്യം. എന്തുകൊണ്ടാണ് നമ്മൾ പറയുന്നു, ഞാൻ ജഡത്തിലാണ് വസിക്കുന്നത്. അപ്പോ ആഗ്രഹത്തിന് ജഡത്തിന്റെ സ്വാധീനം ഉണ്ടാകണമെന്നില്ല. ആർക്കുണ്ട് ജഡത്തിന്റെ സ്വാധീനം? രക്ഷിക്കപ്പെടാത്ത ഒരു വിശ്വാസിയെ സംബന്ധിച്ച് അവന്റെ ആഗ്രഹങ്ങളും ജഡത്തിന്റെ സ്വാധീനമുള്ളതാണ്. രക്ഷിക്കപ്പെട്ട ഒരു വിശ്വാസിയെ സംബന്ധിച്ച്, യഥാർത്ഥ വിശ്വാസിയെ സംബന്ധിച്ച് അവന്റെ ആഗ്രഹങ്ങൾ ആത്മീകമാണ്, നന്മ ചെയ്യാനുള്ള ആഗ്രഹം. പക്ഷേ അത് പ്രവർത്തിക്കാൻ അവന് സാധിക്കുന്നില്ല. അപ്പോൾ എന്ത് സംഭവിക്കുന്നു? 24-ാമത്തെ വാക്യം. അയ്യോ, ഞാൻ അരിഷ്ട മനുഷ്യൻ, ഈ മരണത്തിന് അധീനമായ ശരീരത്തിൽ നിന്ന് എന്നെ ആർ വിടുവിക്കും. ഓക്കെ, അപ്പൊ നമ്മുടെ ജീവിതത്തിൽ സംഭവിക്കുന്ന രണ്ട് കാര്യങ്ങൾ ഞാൻ പറഞ്ഞു. നന്മ ചെയ്യാനുള്ള ആഗ്രഹം, പക്ഷെ ചെയ്യുന്നില്ല. അങ്ങനെ നിരന്തരമായി നടക്കുമ്പോൾ, അല്ലെങ്കിൽ നിരന്തരമായി എന്നല്ല, ഒരു പ്രാവശ്യം സംഭവിക്കുമ്പോൾ തന്നെ നമ്മളിൽ ഉണ്ടാകുന്ന ഒരു കാര്യമാണ് ഒരു നിലവിളി ഉണ്ടാകും. എന്താണ് നിലവിളി? അയ്യോ, ഞാൻ അരിഷ്ട മനുഷ്യൻ, ആരെങ്കിലും എന്നെ രക്ഷിക്കണം. നമ്മൾ ആദ്യം രക്ഷിക്കപ്പെട്ടപ്പോഴും ഇത് തന്നെയായിരുന്നു. നമ്മളെ രക്ഷിക്കാൻ കഴിയുന്നവനായ കർത്താവ് യേശുക്രിസ്തു നമ്മൾ വിശ്വസിച്ചു. അതിനുശേഷവും ഇത് തുടരുകയാണ്. ആദ്യത്തെ നിലവിളിയിൽ നമ്മുടെ പേര് ജീവന്റെ പുസ്തകത്തിൽ എഴുതി, നമ്മുടെ ദൈവത്തിന്റെ മക്കൾ തന്നെയായി. എന്നാൽ തുടർന്നുള്ള ജീവിതത്തിൽ നമ്മുടെ ഉള്ളിൽ നന്മ ചെയ്യാനുള്ള ആഗ്രഹം, പക്ഷേ പ്രവൃത്തിയിൽ വരുമ്പോൾ തിന്മയാണ്. തീരുമാനങ്ങൾ എടുക്കുന്നു, പക്ഷെ പ്രവൃത്തിയിലേക്ക് വരുമ്പോൾ തിന്മ ചെയ്യുന്നു. വിധിക്കയില്ല എന്ന് തീരുമാനമെടുക്കുന്നു, പക്ഷെ ഒരു സംഭവത്തിന് മുമ്പിൽ വിധിച്ചു പോകുന്നു. അല്ലെങ്കിൽ നമ്മൾ വർത്തമാനത്തിന് വേണ്ടി കൂടുമ്പോൾ ഒരാളുടെ വിഷയം കൊണ്ടുവന്നു, നമ്മളൊരു വിധി പ്രസ്താവിക്കുന്നു. അങ്ങനെ സംഭവിക്കുമ്പോൾ എന്തുണ്ടാകുന്നു? ഒരു നിലവിളി ഉണ്ടാകുന്നു, എന്നെ ആര് രക്ഷിക്കും? ആ നിലവിളിയുടെ റിസൾട്ട് എന്താണ്? 25-ാമത്തെ വാക്യം. കർത്താവായ യേശു ക്രിസ്തു മുഖാന്തരം ഞാൻ ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. ഇങ്ങനെ ഞാൻ തന്നെ ബുദ്ധി കൊണ്ട് ദൈവത്തിന്റെ പ്രമാണത്തെയും ജഡം കൊണ്ട് പാപത്തിന്റെ പ്രമാണത്തെയും സേവിക്കുന്നു. ഓക്കെ, അപ്പോ ആ നിലവിളിയുടെ മറുപടിയാണ്, യേശുക്രിസ്തുവിലൂടെ എനിക്ക് വിജയകരമായ ഒരു ജീവിതം നയിക്കാൻ സാധിക്കും. ഇത് ഒരു ലോങ് പ്രോസസ്സാണ്. എന്താ ലോങ് പ്രോസസ്സ്? ആ പ്രവൃത്തി ചെയ്യാനുള്ള ബുദ്ധിമുട്ട് കൊണ്ടല്ല, ആ പ്രവൃത്തി ചെയ്യാൻ കഴിയാത്ത വിധത്തിൽ നമ്മൾ അത്രമാത്രം സെൽഫ് ഡിപ്പെൻഡഡ് ആണ്, സ്വയത്തിൽ അത്രമാത്രം പിടിയുള്ളവരാണ്. അതുകൊണ്ടാണ് അത് നിരന്തരമായി ആ നിലവിളി ഉണ്ടാകുന്നു. നിരന്തരമായി നമ്മൾ കർത്താവിൽ ആശ്രയിക്കുന്നു. വീണ്ടും ആ നിലവിളിക്ക് കാരണമായി സംഭവിക്കുന്നതിന് കാര്യം എന്താ? പിന്നെയും നമ്മൾ ജഡത്തിൽ ആശ്രയിക്കുന്നു, അപ്പൊ പിന്നെയും നിലവിളിക്കുന്നു. അപ്പൊ ദൈവം നമ്മളെ വിടിവിക്കുന്നു. അങ്ങനെ വിടിവിച്ചവരെ കുറിച്ചാണ് 8-ാം അധ്യായം 1-ാമത്തെ വാക്യത്തിൽ പറയുന്നത്. അതുകൊണ്ട് അത് പറഞ്ഞിട്ട് പറയണം, അതുകൊണ്ട് ഇപ്പോൾ ക്രിസ്തേശുവിലുള്ളവർക്ക് ഒരു ശിക്ഷാവിധിയും ഇല്ല. നമ്മൾ പഠിച്ചുകൊണ്ടിരുന്ന കോണ്ടെക്സ്റ്റിൽ ഈ പറഞ്ഞ കാര്യം ഒന്ന് ഞാൻ ഓർമ്മിപ്പിക്കട്ടെ. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ വളരെ നീണ്ട സമയമെടുത്ത് മുഖപക്ഷം കാണിക്കരുത് എന്ന് പഠിച്ചു. എനിക്ക് തോന്നുന്നില്ല നിങ്ങൾക്ക് സംശയമുണ്ടെന്ന്. കാരണം പഴയ നിമിത്തും പുതിയ നിമിത്തും അനേക വാക്യങ്ങൾ മുഖപക്ഷം കാണിക്കരുത് എന്ന് പഠിപ്പിച്ചു. അതിനുശേഷം നമ്മുടെ ജീവിതത്തിൽ എന്ത് സംഭവിക്കും? ഒന്നുകിൽ അത് കേട്ടിട്ടേ ഇല്ലാത്തവനെ പോലെ നമ്മൾ മുന്നോട്ട് പോകുന്നു. അടുത്ത പ്രാവശ്യം നമ്മൾ കൂടുമ്പോഴും കൃത്യമായിട്ട് മുഖപക്ഷം കാണിക്കുകയോ മുഖപക്ഷത്തോടുള്ള ബന്ധത്തിൽ സംസാരിക്കുകയോ ചെയ്യുന്നു. നമ്മുടെ വീട്ടിൽ വരുന്ന ആളുകളോടുള്ള ബന്ധത്തിൽ അവരോട് പെരുമാറുന്ന രീതിയിൽ, ഒരു യാക്കോബിന്റെ കോണ്ടെക്സ്റ്റിൽ പറഞ്ഞാൽ, ഒരു ധനികനായ മനുഷ്യൻ അല്ലെങ്കിൽ നമുക്ക് സ്നേഹമുള്ള മനുഷ്യൻ ചെയ്യുന്ന തെറ്റും ഒരു ദരിദ്രനായ മനുഷ്യൻ, നമുക്ക് സ്നേഹമില്ലാത്ത മനുഷ്യൻ ചെയ്യുന്ന തെറ്റും തമ്മിൽ നമ്മൾ കാണുന്നതിന് വ്യത്യാസം ഉണ്ടാകും. അത് തുടരുകയാണെങ്കിൽ അവിടെ നിലവിളിയോ ഇല്ല, അവിടെ ഒരു പ്രശ്നമില്ല.
പിന്നെ ഒറ്റ കാര്യമുള്ള ബൈബിൾ സ്റ്റഡിയിൽ പങ്കെടുത്തു. അങ്ങനെയുള്ളൊരു വ്യക്തിയല്ല ക്രിസ്തയേശുവിലുള്ളവർ. നമ്മൾ പലപ്പോഴും അതിനെ അടർത്തി മാറ്റി ചിന്തിക്കുക. അതുകൊണ്ട് അത് പറഞ്ഞിട്ട് പറയാണ്, അതുകൊണ്ട് ക്രിസ്തയേശുവിലുള്ളവർ. ആർക്ക്? നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ മുഖപക്ഷത്തെക്കുറിച്ച് വിശദമായി പഠിച്ചു. നമുക്ക് മനസ്സിലായി ഇത് ദൈവത്തിന്റെ കൽപ്പനയാണ്, ദൈവത്തിന്റെ നിയമം എന്ന് പറയുന്നത് നമ്മൾ മുഖപക്ഷം കാണിക്കരുത്. എങ്കിലും പൗലോസ് പറഞ്ഞ പോലെ എനിക്ക് അതിനുള്ള ആഗ്രഹമുണ്ട്, മുഖപക്ഷം കാണിക്കരുത്. അടുത്ത പ്രാവശ്യം ഒരു പ്രവർത്തിക്കാനുള്ള അവസരം വന്നപ്പോൾ വീണ്ടും ഞാൻ മുഖപക്ഷത്തോടെയാണ് പ്രവർത്തിച്ചത്. ഓക്കെ, അപ്പൊ എന്തുണ്ടാകുന്നു? ആ നിലവിളി ഉണ്ടാകുന്നു. ഏത് നിലവിളി? അയ്യോ ഞാൻ അരിഷ്ട മനുഷ്യൻ. അവിടെ കർത്താവിന്റെ വിടിവിക്കുന്ന കരം വരുന്നു. അങ്ങനെയുള്ള നിലവിളിയുടെ മുന്നിൽ ഞാൻ ആ ചെയ്തു പോയ പാപങ്ങൾക്കൊന്നും ഒരു വിധിയില്ല. ആത്മാർത്ഥമായി ഞാൻ ചെയ്തു പോയ തെറ്റുകളെ തെറ്റായി മനസ്സിലാക്കി ഹൃദയനുറുക്കത്തോടെ കർത്താവിന്റെ പാദപീഠത്തിൽ വരുന്ന ഒരു വ്യക്തിയുടെ കഴിഞ്ഞുപോയ ഒരു പാപത്തെയും ദൈവം കണക്കിടുന്നതേയില്ല. അവനാണ് ക്രിസ്തയേശുവിലുള്ളവൻ. അവർക്ക് ശിക്ഷാവിധിയില്ല. എന്നാൽ ഇപ്പോൾ നമ്മൾ പഠിച്ചതുപോലെ, ഞാനിതൊരു എക്സാമ്പിളായി എടുത്തത്, ഇതിനു മുൻപ് നമ്മളൊന്ന് ചിന്തിച്ച്, നമ്മൾ ബൈബിൾ വായിച്ചപ്പോൾ, പ്രസംഗങ്ങൾ കേട്ടപ്പോൾ എത്രയോ വിഷയങ്ങളെക്കുറിച്ച് വ്യത്യസ്തമായ വ്യക്തികളിലൂടെ പരിശുദ്ധാത്മാവിലൂടെ നേരിട്ട് നമ്മളോട് സംസാരിച്ചു. ആ കാര്യങ്ങളോടുള്ള ബന്ധത്തിൽ നമ്മുടെ ജീവിതത്തിൽ എന്ത് സംഭവിക്കുന്നു? നിലവിളി ഉണ്ടാകുന്നുണ്ടോ? നിലവിളി ഉണ്ടാകണമെങ്കിൽ ഈ കാര്യങ്ങൾ എന്നിൽ നിൽക്കണം, ദൈവത്തിന്റെ വചനം എന്നിൽ നിൽക്കണം. ഇപ്പൊ മുഖപക്ഷം അന്നത്തെ ക്ലാസ്സോടുകൂടെ പോയി. ഒരുപക്ഷെ ആ ക്ലാസ് നല്ലതായിരുന്നു, അല്ലെങ്കിൽ ആ ക്ലാസ് ഒന്നും മനസ്സിലായില്ല. അത് മനസ്സിലായില്ലെങ്കിൽ അതോടെ പോയി. അപ്പൊ പിന്നെ ഇവിടെ വേറെ വിഷയം ഉണ്ടാകുന്നില്ല. എന്നാൽ ദൈവത്തിന്റെ വചനമാണെന്ന് മനസ്സിലാക്കി ദൈവത്തിന്റെ വചനത്തിൽ പറഞ്ഞു, ദൈവത്തിന്റെ വചനത്തിൽ വിറയ്ക്കുന്നവരായിരിക്കുവിൻ. ഞാൻ ഈ ഒരു ചോദ്യം നിങ്ങളുടെ മുൻപിൽ വെക്കുക. നമ്മുടെ വീട്ടിൽ, നമ്മുടെ ഓഫീസിൽ, നമ്മൾ കൂടി വരുന്നിടങ്ങളിൽ, ഏതൊരു മേഖലയിലായാലും ഈ മുഖപക്ഷം കാണിക്കുന്ന കാര്യം, അതിനോടുള്ള ബന്ധത്തിൽ എന്ത് സംഭവിക്കുന്നു എന്ന് ചിന്തിച്ചേ. അടുത്ത ക്ലാസ്സിൽ നമ്മൾ പഠിക്കാൻ തുടങ്ങുന്നത് 3-ാം അധ്യായം മുതലാണ്. അവിടെ പറയുന്ന വാക്ക് പ്രവൃത്തിയെയും വിശ്വാസത്തെയും കുറിച്ചാണ്. ഇതിന്റെ കണ്ടിന്യൂഷനാണ്. കരുണയോടെ നമ്മൾ കാര്യങ്ങളെ കാണണം. ഒന്ന് ചിന്തിച്ചേ, എനിക്കെന്തുകൊണ്ട് എഡ്യൂക്കേഷൻ കിട്ടി? നിങ്ങൾ ഹിമാചലിലേക്ക് ഒന്ന് വാ. ഒരു ഡിസ്ട്രിക്ട് ഹെഡ് ക്വാർട്ടറിലായിരുന്നു ഞങ്ങൾ ഇന്നലെ താമസിച്ചത്. ആ ഡിസ്ട്രിക്ട് ഹെഡ് ക്വാർട്ടറിൽ ഒരു റേഡിയോളജിസ്റ്റ് ഇല്ല. കേരളത്തിലെ മലയാളിക്ക് ചിന്തിക്കാൻ പോലും പറ്റൂ. അവിടെ ഒരു റേഡിയോളജിസ്റ്റ് ഇല്ല. അതാണ് മറ്റൊരു സ്ഥലത്തെ സാഹചര്യങ്ങളെ ഞാൻ പറയുന്നത്. നമുക്ക് ചില കാര്യങ്ങൾ പറയാൻ വളരെ എളുപ്പമാണ്. എൻ്റെ മക്കൾ പെരുമാറുന്നത് പോലെ വേറൊരു കുട്ടി പെരുമാറുന്നില്ല എന്ന് പറയാൻ എനിക്ക് എളുപ്പമാണ്. പക്ഷേ അവളുടെ, അതായത് എൻ്റെ മക്കളുടെ അപ്പൻ മദ്യപാനിയല്ല, മറ്റൊരു കുഞ്ഞിൻ്റെ അപ്പൻ മദ്യപാനി ആയിരിക്കും. അയാള് വൈകിട്ട് ജോലി കഴിഞ്ഞ് വരുന്നത് മദ്യപിച്ച് വളരെ ലക്ക് കേട്ടാണ് വീട്ടിലേക്ക് വരുന്നത്. ആ ഒരു കോണ്ടക്സ്റ്റിൽ വളർന്നൊരു കുഞ്ഞ് ഒരു പക്ഷേ എൻ്റെ മകളെ പോലെ പെരുമാറിയില്ലെങ്കിൽ എനിക്ക് വിധിക്കാൻ എളുപ്പമാണ്. ദൈവം എന്നെ വിധിക്കാൻ ഏൽപ്പിച്ചിട്ടില്ല. ദൈവം നമ്മളെ വിധിക്കാൻ ഏൽപ്പിച്ചിട്ടില്ല. സ്വാതന്ത്ര്യത്തിന്റെ ന്യായപ്രമാണത്താൽ വിധിക്കപ്പെടാനുള്ളവരെ പോലെ നിങ്ങൾ സംസാരിക്കുകയും പ്രവർത്തിക്കുകയും ചെയ്യും. ഏത് പഴയ നിയമത്തിലെ ന്യായപ്രമാണം പോലെയല്ല. നമ്മുടെ ജീവിതത്തിൽ ഈ വിഷയത്തിൽ ഗൗരവമേറിയ ഒരു മാറ്റം ഉണ്ടാകട്ടെ. എൻ്റെ ജീവിതത്തിൽ, നമ്മുടെ ജീവിതത്തിൽ നമ്മൾ പരാജയപ്പെടാം. കാര്യം എന്താണ്? നന്മ ചെയ്യാനുള്ള ആഗ്രഹം നമുക്കുണ്ടെങ്കിലും തിന്മ പ്രവർത്തിക്കുക എന്നുള്ള പ്രമാണം നമ്മൾ എല്ലാവരിലും ഉണ്ട്. കർത്താവ് വരുമ്പോൾ അത് മാറും. തേജസ്സുള്ള ശരീരത്തിലേക്ക് നമ്മൾ കയറി കഴിഞ്ഞാൽ പിന്നെ അവിടെ ബൈബിളിൻ്റെ ആവശ്യമില്ല, അവിടെ തെറ്റ് ചെയ്യുമെന്നുള്ള ഭയമില്ല. കാരണം പാപത്തിലേക്ക് വലിക്കുന്ന ആ ശരീരം നമുക്കില്ല. അതുവരെയും ആ നിലവിളി നമ്മിൽ നിന്ന് ഉയരട്ടെ. ആ നിലവിളി, അയ്യോ ഞാൻ അരിഷ്ട മനുഷ്യൻ. ഓരോ സംഭവങ്ങൾ ബന്ധത്തിൽ ഹൃദയം നുറുങ്ങിയവർക്ക് യഹോവ സമീപസ്ഥൻ. ഓക്കെ, ദൈവം നമ്മളെ സഹായിക്കട്ടെ.